വിശ്വാസ സമൂഹം ഒരുമിച്ച് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ കുമ്പസാരിച്ച് യോഗ്യത നേടാത്തവർ കുർബാന സ്വീകരിക്കരുത് എന്ന് പറയുന്നത് ഒരു വിവേചനമല്ലേ? കുർബാനയുടെ വേദിയിൽ വിശ്വാസികളായ പലരുമുണ്ട്. അവിടെ വെച്ച് കുർബാന സ്വീകരണ സമയത്ത് പുരോഹിതൻ വിളിച്ചു പറയാണ്, കത്തോലിക്കരല്ലാത്തവർ കുർബാന സ്വീകരിക്കരുത്. യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് അവനെ സ്വീകരിക്കുന്നതിൽ എന്താണ് തടസ്സം? ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടം വീട്ടിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചൊരു പരമ്പര പകുതിയായി മുടങ്ങിക്കിടപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണമല്ലത്. ആനുകാലികമായി ഉയർന്നു വന്ന 2 ചോദ്യങ്ങൾ ഒന്ന് പരിശോധിക്കുകയും അവയ്ക്കൊരു മറുപടി പറയുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം. കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് എനിക്ക് സന്ദേശം അയച്ച ഒരു സഹോദരനോട് പറയാണ്, കുർബാന സ്വീകരിക്കുന്നതിന് കുമ്പസാരം ഒരു കാര്യമാക്കേണ്ട കാര്യമില്ല, കുർബാനയിൽ പങ്കുചേരുമ്പോൾ അതിൽ ഭാഗഭാഗിത്വമുണ്ട്, കുർബാന സ്വീകരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ സഹോദരൻ സംശയമായിട്ട് ചോദിക്കുകയാണ്, ഈ പറയുന്നതിൽ കുഴപ്പം വല്ലതും ഉണ്ടോ? അയാൾ ദേവാലയത്തിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ കുമ്പസാരിക്കുന്നില്ല, അതിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? രണ്ടാമതൊന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മതങ്ങൾ നടത്തുന്ന വിവേചനത്തെ സംബന്ധിച്ച ഒരു സംഭാഷണ മധ്യേ ഒരു സഹോദരൻ പറയാണ്, എല്ലാ മതങ്ങളും വിവേചനത്തിന്റെ സ്ഥലങ്ങളാണ്. അതൊരു വാസ്തവമാണ് കേട്ടോ. എല്ലാ മതങ്ങളും വിവേചനത്തിന്റെ സ്ഥലങ്ങൾ തന്നെയാണ്. മനുഷ്യനെ വേർതിരിക്കുന്ന ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ഒക്കെ വേർതിരിച്ച് കള്ളികളികളായി തിരിച്ച് മനുഷ്യത്വത്തെ നിർജീവമാക്കുന്നൊരിടമാണ് മതം. സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ മതങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, സാധാരണ മതങ്ങളിൽ മറ്റു മതവിശ്വാസികൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രവേശിപ്പിക്കാത്ത സ്ഥലങ്ങളുണ്ട്. കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളിൽ, ക്രൈസ്തവ ദേവാലയങ്ങളിൽ എല്ലാവർക്കും പ്രവേശിക്കാം. പക്ഷേ അവിടെ പ്രവേശിച്ച ശേഷം വിശുദ്ധ കുർബാന നടക്കുമ്പോൾ കുർബാന മധ്യേ, കുർബാന സ്വീകരണ സമയത്ത് മൈക്കിലൂടെ പുരോഹിതൻ വിളിച്ചു പറയും, കത്തോലിക്കരല്ലാത്തവർക്ക് കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ല, അക്രൈസ്തവർ മാറി നിൽക്കണം എന്ന് പറയും എന്നാണ് പറയുന്നത്. ഇത് ന്യായമാണോ? ഈ 2 സംശയങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംഭാഷണം. ഇത് 2നും ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. അക്രൈസ്തവർ മാറി നിൽക്കണം എന്ന് പറഞ്ഞത് തെറ്റായ പ്രയോഗമാണ്. അങ്ങനെ ഒരു പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയായിരിക്കും. അക്രൈസ്തവർ എന്നൊരാളില്ല. എല്ലാവരും ക്രിസ്തുവിൽ വിമോചിതരാണ്, ക്രിസ്തുവിന്റെ ഭാഗമാണ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കണം അക്രൈസ്തവർ എന്നത്. കത്തോലിക്ക സഭയിൽ അംഗമല്ലാത്തവർ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്, അങ്ങനെ മാത്രമായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. കത്തോലിക്ക സഭയിൽ അംഗമല്ലാത്തവരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാത്തവരുമായ ആരും വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഈ 2 സംശയങ്ങൾ യഥാർത്ഥത്തിൽ സഭയ്ക്കകത്തുള്ള ചില വിവേചനമായി തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. അങ്ങനെ സഭയും മതങ്ങളെപ്പോലെ വിവേചനമുള്ളൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ആശയഗതി. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 53-ാം തിരുവചനത്തിൽ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അതായത് ജീവൻ ഉണ്ടാകണമെങ്കിൽ, യേശുക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. 6:56 ഈശോ വീണ്ടും പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും, അവൻ എന്നിലും വസിക്കും. അങ്ങനെ നിത്യജീവൻ ഉണ്ടാകാൻ, ഉദ്ധിതരാകാൻ, ക്രിസ്തുവിൽ ഒന്നായിരിക്കാൻ വിശുദ്ധ കുർബാന നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് ക്രിസ്തു തന്നെ പഠിപ്പിച്ചിരിക്കെ, എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ഒരു സമൂഹത്തിനകത്ത് ഒരു വിഭജനം കൊണ്ടുവരുന്ന രീതിയിൽ കുർബാന സ്വീകരിക്കാൻ ഒരു യോഗ്യത വേണം, കുമ്പസാരിച്ച് ഒരുങ്ങിയവർ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? 2 ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരം കൊണ്ട് യഥാർത്ഥത്തിൽ സംശയ നിവാരണം വരേണ്ടതാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ ഒരു പൂജയല്ല, ഒരു പ്രാർത്ഥനയല്ല. പ്രാർത്ഥനകളുടെ പ്രാർത്ഥന എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് കുർബാനയെ. യഥാർത്ഥത്തിൽ 2000 ആണ്ട് മുമ്പ് യേശു തന്റെ ജീവൻ അർപ്പിച്ച് കുരിശിൽ നടത്തിയ യാഗത്തെ ആനുകാലിക ലോകത്ത് സന്നിഹിതമാക്കുന്ന പ്രക്രിയയാണ് വിശുദ്ധ കുർബാന. കുർബാനയെ
കൗദാശിക അടയാളങ്ങൾക്കകത്ത് അനുഭവപ്പെടുത്തുക എന്നത് ഈ 2000 വർഷം മുമ്പ് യേശുയാഗം എങ്ങനെയാണോ അനുഭവപ്പെട്ടത് ആ യാഗത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് സന്നിഹിതമാക്കുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ സന്നിഹിതമാക്കണമെങ്കിൽ ഒരു യാഗാർപ്പണം നടക്കണം. ആരാണ് യാഗം അർപ്പിക്കുക? യാഗമർപ്പിക്കുന്നത് ദൈവജനമാണ്. ദൈവജനമെന്ന് സാമാന്യമായി പറയുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ്. എഫെസ്യർ 1:21 പറയും സഭ അവന്റെ ശരീരമാണ്. അങ്ങനെ അവന്റെ ശരീരമായ സഭയാണ് കുർബാന അർപ്പിക്കുന്നത്. കുർബാന ഒരു പൂജയല്ല, പ്രാർത്ഥനയല്ല, അതൊരു പ്രക്രിയയാണ്, ഒരു അർപ്പണമാണ്. അത് യേശു സംഭവത്തിന്റെ ആനുകാലികമായ സന്നിഹിതമാക്കലാണ്. ആ സന്നിഹിതമാക്കൽ എങ്ങനെയാണ് നടക്കുക? അവിടെ യേശു വീണ്ടും അർപ്പിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം, അല്ലെങ്കിൽ ആ യേശുവിന്റെ അർപ്പണം ഇവിടെ സന്നിഹിതമാകണം. സന്നിഹിതമാകണമെങ്കിൽ യേശുവിന്റെ ശരീരം വേണം. ആരാണ് യേശുവിന്റെ ശരീരം? യേശുവിന്റെ ശരീരം കത്തോലിക്ക തിരുസഭയാണ്. സഭയാകുന്ന ശരീരം പിതാവായ ദൈവത്തിന് ഒരു ആരാധനയായി അർപ്പിക്കുന്ന ക്രിസ്തുയാഗം ബലിമേശയിൽ വീണ്ടും അരങ്ങേറുന്നു, അല്ലെങ്കിൽ അനുഭവപ്രദമാകാൻ വേണ്ടി അടയാളങ്ങളിലൂടെ ഇവിടെ സന്നിഹിതമാക്കപ്പെടുന്നു. അവിടെ യേശുവിന്റെ ശരീരമാകുന്ന സഭയാണ് ഈ ബലിമേശയിൽ അർപ്പിക്കപ്പെടുന്നത്. അതായത് പുരോഹിതനും ദൈവജനവും അടങ്ങുന്ന ആ വിശ്വാസ സമൂഹം യേശുവിന്റെ ശരീരം എന്ന നിലയ്ക്ക് അഖില ലോകത്തിനും വേണ്ടി പാപപരിഹാരത്തിനായി അർപ്പിക്കുന്ന അർപ്പണത്തെ അനുഭവപ്പെടുത്തുന്നു. 2000 വർഷം മുമ്പ് അർപ്പിക്കപ്പെട്ട അർപ്പണത്തെ ആനുകാലിക ലോകത്ത് അനുഭവമാക്കുന്നു. യേശുവിൻ്റെത് സനാതന ബലിയാണ്, ഏക ബലിയാണ്, നിത്യബലിയാണ്. സനാതനമായ ബലിയാണ്, എന്നേക്കുമുള്ള ബലിയാണ്, ഏക ബലിയാണ്. രണ്ടാമതൊരു ബലി വേറെ അർപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ കൗദാശികമായി അർപ്പിക്കുന്ന ബലിയർപ്പണവും പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ഈ സനാതന ബലിയുടെ അനുഭവപ്പെടുത്തലാണ്. കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളം. അപ്പൊ അവിടെ ആ ബലിയർപ്പിക്കണമെങ്കിൽ പ്രാഥമികമായൊരു കാര്യം വേണ്ടത് യേശുഗാത്രത്തിന്റെ ഭാഗമായിട്ട് മാറണം. അങ്ങനെ യേശുഗാത്രത്തിന്റെ ഭാഗമായ സഭയിലെ ഓരോ അംഗവും രാജകീയ പുരോഹിതഗണം. പുരോഹിതൻ എന്ന് പറയുന്നത് സാധാരണ മതവിശ്വാസങ്ങൾ പറയുന്ന പോലുള്ള പുരോഹിതഗണം അല്ല കേട്ടോ. സാധാരണ മതവിശ്വാസങ്ങളിൽ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആളായിട്ട് നിൽക്കുന്നയാളെന്ന നിലയ്ക്കാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പുരോഹിതഗണം എന്ന് പറയുന്നത് ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലാണ്. യേശു ബലിവസ്തുവുമാണ്, പുരോഹിതനും സ്വയം അർപ്പിക്കുക. ആ അർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബലിയിൽ പങ്കുചേരുന്നത്. ഇത് കൗദാശിക അർപ്പണമാണ്. യേശുവിന്റെ ദൈവത്വവും ആളത്വവും ആത്മാവും ശരീരവും രക്തവും എല്ലാം അടങ്ങുന്ന സമ്പൂർണത അഖില ലോകത്തിനും വേണ്ടി അർപ്പിക്കപ്പെടുകയാണ് പിതാവിന്റെ കരങ്ങളിലേക്ക്. ആ യാഗത്തിൽ പങ്കുചേരാൻ അടിസ്ഥാനപരമായ യോഗ്യത വേണ്ടത് മാമോദീസയാണ്. ഇമേഴ്സിംഗ് നോളജ്, അറിവിൽ മുങ്ങണം, യേശു യാഗത്തിൽ വിശ്വസിക്കണം, യേശുവിനെ സ്വീകരിക്കണം, യേശു ശരീരത്തിന്റെ ഭാഗമാണ് ഞാനെന്ന് എനിക്ക് ബോധ്യം ഉണ്ടാവണം. ഈ ബോധ്യമാണ് യഥാർത്ഥത്തിൽ മാമോദീസ വഴി നൽകപ്പെടുന്നത്. ഇമേഴ്സിംഗ് നോളേജ്, അറിവിൽ മുങ്ങി. എന്താണ് അറിവ്? നാം ഓരോരുത്തരും യേശുവിന്റെ ഭാഗമാണെന്ന്. അങ്ങനെ യേശുവിന്റെ ഭാഗമാണെന്ന് സ്വയം ബോധ്യപ്പെടുകയും ഏറ്റുപറയുകയും അങ്ങനെ പാപമോചനം നേടുകയും ചെയ്ത് ക്രിസ്തുഗാത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ യേശു യാഗത്തെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്താൻ കഴിയൂ. അതാണ് കുർബാനയുടെ പ്രത്യേകത. കേവലം കുർബാന സ്വീകരണം എന്നൊരിടത്തേക്ക് മാത്രം ഒതുക്കി നിർത്തുകയോ പരിശുദ്ധ കുർബാന സ്വീകരണത്തെ മാത്രം ഏതെങ്കിലും തരത്തിൽ പ്രത്യേകതയായി കാണുകയോ ചെയ്തുകൂടാ. കാരണം കുർബാന എന്ന് പറയുന്നത് ഈ സമഗ്രമായൊരു കാര്യമാണ്. അത് 2000 വർഷം മുമ്പ് നടന്ന യേശു സംഭവം എന്ന ബോധ്യം, സനാതനമാണ് ആ ബലി എന്ന ബോധ്യം, ഏകമാണ് ആ ബലി എന്ന ബോധ്യം, അതേസമയം തന്നെ ആ ബലിയിൽ ഭാഗവാക്കുകളാണ് ക്രിസ്തുഗാത്രത്തിലെ അംഗങ്ങളായ നമ്മളെന്ന ബോധ്യം. ഇത്തരം ബോധ്യങ്ങൾ ഉൾച്ചേർന്നിട്ടാണ് കുർബാനയർപ്പണം നടക്കേണ്ടത്. അപ്പൊ മാമോദീസ സ്വീകരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത് കുർബാന അർപ്പണത്തിൽ ഒരാൾ പങ്കുചേരണമെങ്കിൽ അയാൾ യേശു യാഗത്തിന്റെ ഭാഗമായിട്ട് മാറണം, അയാൾ യേശു ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറണം. കാരണം യേശുവിന്റെ ശരീരമാണ് യാഗമായിട്ട് അർപ്പിക്കപ്പെടുന്നത്. ആ യാഗം 2000 വർഷം മുമ്പ് നടന്നു വന്ന് നമ്മുടെ ബുദ്ധിയും ബോധ്യവും പറയുന്ന, നമ്മുടെ പരിമിതികളാണത്, സമയത്തിനും കാലത്തിനും വിധേയരായതുകൊണ്ട് ആ ബോധ്യം പറയുന്ന ആ യാഗത്തെ ആനുകാലിക ലോകത്ത് സന്നിഹിതമാക്കലാണ്. അത് കൗദാശിക അടയാളങ്ങളിലൂടെയാണ്. നമ്മുടെ ജീവിതമാണ് യഥാർത്ഥ യാഗം.
ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിലുള്ള യാഗമാണ്. ആ യാഗാർപ്പണത്തെ ക്രിസ്തുയാഗത്തോട് ചേർത്ത് സമർപ്പിക്കുക വഴി പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനും അഖില ലോകത്തിനും രക്ഷയ്ക്കായി സ്വയം സമർപ്പിതമാവുകയും വിഭജിക്കപ്പെടുകയും ലോകത്തിന് ഭക്ഷണമായി നമ്മൾ മാറുകയും ചെയ്യണമെന്ന യാഥാർത്ഥ്യമാണ് കുർബാനയുടെ അകക്കാമ്പ്. അങ്ങനെ കുർബാനയിൽ പങ്കുചേരണമെങ്കിൽ നമ്മൾ മാമോദീസ സ്വീകരിച്ചവരായിരിക്കണം. ആദിമകാലത്ത് മാമോദീസ സ്വീകരിക്കാത്തവർ, അർത്ഥികളായവർ കുർബാനയിൽ പങ്കുചേരും. വിശ്വാസ സമൂഹത്തിനകത്ത് നിരവധി പേർ വരുന്നുണ്ട്. പല ചടങ്ങുകളുടെ ഭാഗമായിട്ട് ദേവാലയത്തിൽ വരുന്നവരുണ്ട്. അതല്ലാതെ യേശുവിൽ വിശ്വസിക്കുന്നവരായിട്ടും വരുന്ന പല മതവിശ്വാസികളുണ്ട്. കത്തോലിക്ക സഭ ഒരു മതമല്ല എന്ന് നമ്മൾ ഓർക്കണം. സഭ ഒരു കൂട്ടായ്മയാണ്, യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. സഭ ഒരു മതമല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് മാത്രം കെട്ടിപ്പടുത്തൊരു കാര്യമല്ല സഭ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സഭയ്ക്കകത്തുള്ളത് നമ്മുടെ സഭാത്മക ജീവിതം അനുഭവപ്പെടുത്താൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ബോധ്യത്തിന് ഉണർവ് പകരാൻ വേണ്ടിയാണ്, അനുഭവപ്പെടുത്താൻ വേണ്ടിയാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ആചാരമോ അനുഷ്ഠാനമോ അല്ല സഭ. അങ്ങനെ വേർതിരിക്കാവുന്ന ഒന്നല്ല. സഭ ഒരു മതമല്ല. മതത്തിന്റെ ഷാഢ്യങ്ങളൊന്നും അതിനകത്തില്ല. ആരെയും വിഭജിച്ചു നിർത്താനോ മറ്റുള്ളവരൊക്കെ പുറത്തെന്ന് പറയാനുള്ള ഒരു സംവിധാനം സഭയ്ക്കകത്തില്ല. എല്ലാവരെയും സഭ ഒന്നായിട്ടാണ് കാണുന്നത്, സാർവത്രികമായിട്ടാണ്. സകല മനുഷ്യരും ഉൾച്ചേർന്ന് ഒന്നായിട്ടാണ് സഭയെ കാണുന്നത്. സഭയ്ക്ക് പുറത്ത് പിശാച് മാത്രമേ ഉള്ളൂ. ക്രിസ്തുഗാത്രം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നു. മാമോദീസ സ്വീകരിക്കാത്തവർ ആ അനുഭവത്തിൽ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. ആ ഗാത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അവർക്കത് മനസ്സിലായിട്ടില്ല. നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. അങ്ങനെ ഏറ്റുപറയുന്നതിലൂടെ സഭാഗാത്രത്തിന്റെ ഭാഗമാണ് എന്ന് ബോധ്യം വന്നവർ യേശു ക്രിസ്തുവിൽ തങ്ങളുടെ ജീവിതത്തെ ബലിമേശയിൽ ക്രിസ്തുയാഗത്തോട് ചേർത്ത് അർപ്പിച്ച് ക്രിസ്തുയാഗത്തെ ആനുകാലിക ലോകത്ത് അനുഭവപ്രദമാകും. അപ്പോൾ മാമോദീസ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യകാലത്തൊക്കെ കുർബാനയിൽ പങ്കുചേരുന്ന ആളുകളുണ്ട്, അർത്ഥികളായിട്ടുള്ളവർ. അതേപോലെ തന്നെ ഇന്നും പലരും കുർബാനയിൽ പങ്കുചേരുന്നവരായിട്ട് വരും. മതവിശ്വാസമില്ലാത്തവരും പല മതവിശ്വാസികളായിട്ടുള്ളവരും ഒക്കെ വരും. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടാകും. അവരെല്ലാം ഒന്നു ചേർന്ന് നിന്നിട്ടാണ് ഈ കുർബാന നടക്കുന്നത്. ദേവാലയങ്ങളിൽ ആരെയും പുറത്തു നിർത്തുന്നില്ല, ആർക്കും വിലക്കില്ല, ആർക്കും പ്രവേശിക്കാം. കാരണം എൻ്റെ പിതാവിന്റെ ആലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എല്ലാവർക്കും വേണ്ടി തുറന്നിടപ്പെട്ട ഒരു സ്ഥലമായിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ദേവാലയത്തെ കണ്ടത്. ദേവാലയം എന്ന് പറയുന്നത് സഭയാണ്, ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്കകത്ത് എല്ലാവരെയും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ബലി അർപ്പിക്കുക എന്ന് പറയുന്നത് സ്വയം ബോധ്യപ്പെട്ട് ഞാൻ എന്നെ അർപ്പിക്കുന്നു എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അത് ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും ജീവിതം മുഴുവനും ആ ക്രിസ്തുയാഗത്തിന്റെ ഭാഗമായിട്ട് നിലനിർത്താൻ തീരുമാനിച്ച് വ്രതമെടുത്ത, ജ്ഞാനസ്നാന വ്രതമെടുത്ത ഒരാൾക്ക് മാത്രമേ കുർബാനയിൽ അങ്ങനെ അർപ്പിക്കാൻ കഴിയൂ. വന്നു നിൽക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, എല്ലാം ശരിയാണ്, അതൊന്നും തെറ്റല്ല. പക്ഷെ അവർ ഈ തീരുമാനം എടുത്തിട്ടില്ല. അവനെ പ്രതി ജീവിക്കാമെന്ന് മുറിച്ചു വിളമ്പാവും തീരുമാനം എടുത്തിട്ടില്ല. നമ്മൾ ആ തീരുമാനമെടുത്തവരാണ്. അതിൽ വീഴ്ച ഉണ്ടാകുമ്പോഴാണ് കുമ്പസാരിച്ച് യോഗ്യത നേടേണ്ടത്. മാമോദീസ എന്ന് പറയുന്ന ക്രിസ്തുഗാത്രത്തിന്റെ ഭാഗമായി നമ്മളെ ചേർക്കുന്ന ആ യോഗ്യത ജ്ഞാനസ്നാന വ്രതം വഴിയുള്ള ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. ആ സമർപ്പിത ജീവിതത്തെ ഒന്നാകെയാണ് നമ്മൾ ബലിമേശയിൽ അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കുർബാനയിൽ പങ്കുചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ചതിനെ നവീകരിക്കണം, കുമ്പസാരത്തിലൂടെ നവീകരിക്കണം. കുർബാനയിൽ പൂർണ്ണമായി പങ്കുചേരണമെങ്കിൽ വാസ്തവത്തിൽ ഈ നവീകരണം സംഭവിക്കണം. നവീകരണം സംഭവിച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? നമ്മൾ ഈ ഗാത്രത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. അങ്ങനെ യേശു ഗാത്രത്തിന്റെ ഭാഗമായിട്ട് അനുഭവപ്പെടാത്ത ഒരാൾക്ക് കുർബാനയിൽ ശരിക്കും പങ്കുചേരാൻ കഴിയില്ല. ഈ വന്നു നിൽക്കുന്ന ആളുകളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർ സ്വയം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഈ ബലിമേശയിൽ മാത്രമുള്ള കാര്യത്തെ സംബന്ധിച്ചല്ല, ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രതി തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാമെന്ന് തീരുമാനമെടുക്കുകയും അഖില ലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളോട് തങ്ങളുടെ ജീവിത സഹനങ്ങളെ ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ ബലിയർപ്പണത്തിൽ ഭാഗഭാഗിത്വം ഉണ്ടാകുക. പണ്ട് കുർബാനയുടെ വിശ്വാസികളുടെ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് കുർബാനയ്ക്കകത്ത് ദൈവവചന പ്രഘോഷണത്തിന് ശേഷം വിശ്വാസികളല്ലാത്തവർക്ക് പങ്കെടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ദൈവവചന പ്രഘോഷണം നടക്കും, പ്രസംഗം നടക്കും. ആ പ്രസംഗം കഴിയുമ്പോൾ വിളിച്ചു പറയും വിശ്വാസികളല്ലാത്തവർക്ക് പുറത്തു പോകാം. അതാരും പുറത്താക്കാൻ വേണ്ടിയല്ല, കാരണം പിന്നീടുള്ള കാര്യം ഗൗരവമുള്ള കാര്യമാണ്. കാഴ്ചവെപ്പിൽ ഇവർ സ്വയം സമർപ്പിക്കണം. എൻ്റെ ജീവിതം ഞാൻ ഈ ബലിമേശയിൽ അർപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റണം. അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളെയും കുറവുകളെയും പോരായ്മകളെയും എല്ലാം അർപ്പിക്കണം.
അങ്ങനെ എൻ്റെ ജീവിതയാഗം ഈ ബലിമേശയിൽ അർപ്പിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും വിശ്വാസികൾ തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് കുർബാനയ്ക്കകത്ത് ഇങ്ങനെ പല ഖണ്ഡമായിട്ടൊക്കെ തിരിച്ച് ചിന്തിക്കാൻ കഴിയുന്നത്. കുർബാന സ്വീകരണം സെപ്പറേറ്റ് ഒരു കാര്യമായിട്ടൊക്കെ ചിന്തിച്ചു പോകുന്നത്. നമ്മൾ ഇങ്ങനെ അർപ്പിക്കണമെങ്കിൽ എങ്ങനെ വേണം? നമുക്ക് നമ്മുടെ കുറവുകളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും ബോധ്യം ഉണ്ടാവണം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാൻ പറ്റണം. നമ്മെ തന്നെ സമർപ്പിക്കണം. ജീവിതം ഒരു ഉപാധിയുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമായി നൽകാനുള്ളതാണ് എന്ന ബോധ്യം ക്രിസ്തുവിൽ സ്വീകരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ കുർബാനയുടെ ഭാഗഭാഗിത്വം യാഥാർത്ഥ്യമുള്ളതായിട്ട് മാറും. അപ്പോൾ മറ്റുള്ളവരെങ്ങനെ തീരുമാനിച്ചിട്ടില്ല, സ്വയം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമാകാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിക്കാത്ത ഒരാൾക്ക് കുർബാനയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ എന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിനെ പ്രതി സമർപ്പിക്കുന്നുവെന്ന് തീരുമാനമെടുക്കുകയും ആ തീരുമാനപ്രകാരം സഭയുടെ വിശ്വാസം ഏറ്റുപറയുകയും സഭാഗാത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്ത ഒരാൾ സഭ യേശുവിന്റെ ശരീരമായതുകൊണ്ട് ആ കുർബാനയ്ക്കകത്ത് ഇഴുകിച്ചേരും. അപ്പൊ അതുകൊണ്ടാണ് അന്ന് പറഞ്ഞിരുന്നത് വിശ്വാസികളല്ലാത്തവർക്ക് പുറത്തു പോകാം. ഇന്നങ്ങനെ പറയാറില്ല. പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും പുറത്തു കൊണ്ടുവരും. കാരണം മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് പിശാചിനെയും ആഡംബരങ്ങളും ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ടാണ് ദേവാലയത്തിൽ പ്രവേശിച്ചത്. ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ നമ്മൾ പറയാൻ തുടങ്ങിയത് പറ്റിച്ചേ, ഞങ്ങൾ അങ്ങനെയൊന്നും ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ്. ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പൊ നമുക്ക് ഈ പരിമിതികളും കുറവുകളും ഉണ്ട്. ആ കുറവുകളും പരിമിതികളും ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഈ ഗാത്രത്തിന്റെ ഭാഗമാണ് എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് കുർബാനയിൽ പാപം ഏറ്റുപറയുന്ന സന്ദർഭങ്ങളുണ്ട്. കാരണം സമൂഹത്തിന്റെ ഭാഗമാണെന്നതിൽ വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ സഭാസമൂഹത്തിന്റെ ഭാഗമായി അങ്ങനെ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായിട്ടല്ലാത്തവർ പുറത്തു പോകാമെന്നു പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിന്റെ പിന്നിലുള്ള താല്പര്യം ഇതാണ്. അതവരെ പുറത്താക്കാൻ വേണ്ടിയല്ല, ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു സീരിയസ് ആയ കാര്യമാണ്. ഇനിയുള്ളത് ജീവൻ മരണ കളിയാണ്, എൻ്റെ ജീവിതം വെച്ചുള്ള പ്രശ്നമാണ്. അത് അങ്ങനെ സ്വീകരിക്കാത്ത ഒരാൾക്ക് കുർബാനയുടെ ഈ ഘട്ടം മുതൽ പങ്കുചേരാൻ കഴിയില്ല. ഇനിയിപ്പോൾ കാഴ്ചവെപ്പൊക്കെ വരികയാണ്. അപ്പൊ അവനവനെ തന്നെ സമർപ്പിക്കണം. ആ സമർപ്പണം അവർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അവരത് ഏറ്റു പറഞ്ഞിട്ടില്ല. അപ്പോ കുർബാനയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇന്ന് പുറത്തു പോകാമെന്ന് പറയാറില്ല. പക്ഷെ അവരൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ കാഴ്ചവെപ്പ് നടത്തുക, സ്വയം സമർപ്പണം നടത്തുക, അങ്ങനെ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി പിതാവിന്റെ കരങ്ങളിലേക്ക് ആരാധനയായി സമർപ്പിക്കുക എന്ന് പറയുന്ന കുർബാനയുടെ ഏറ്റവും കാതലായ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ സമൂഹത്തിന്, അഥവാ വിശ്വാസ സമൂഹമല്ലാതെ അല്ലെങ്കിൽ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിൽ ഒന്നായി തീരാത്തവർക്ക് ചെയ്യാനൊന്നുമില്ല. അവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് ഈ കുർബാനയുടെ ഭാഗഭാഗിത്വം കേവലമായി പ്രാർത്ഥനകളിലും വിശ്വാസപരമായ ചിന്തകളിലും ഒക്കെ മുഴുകി നിൽക്കും. അല്ലാതെ അവർ ഈ ബലിമേശയിൽ അപ്പത്തോട് ചേർത്ത് സ്വയം സമർപ്പിച്ചിട്ടില്ല. അവർ അങ്ങനെ യേശുഗാത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടില്ല. അവർ പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ യേശുഗാത്രത്തെ സ്വീകരിക്കുന്ന, എന്നെ സ്വീകരിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറയുന്ന, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ദൈവൈക്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക? അങ്ങനെ പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കത്തോലിക്കരല്ലാത്ത, മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകൾ, കുമ്പസാരിച്ച് യോഗ്യത നേടാത്തവർ കുർബാന സ്വീകരിക്കരുത് എന്ന് പറയാൻ കാരണം. അതൊരിക്കലും ഒരാളെ പുറത്താക്കുന്ന പ്രവൃത്തിയോ വിവേചനമല്ല. കുർബാനയെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിവേചനം കാട്ടുന്നു എന്ന് പറയുന്നത്. ആ പറഞ്ഞ ടോക്കിനകത്ത് പ്രത്യേകമായി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വെഞ്ചിരിച്ച് തിരുവോസ്തി നൽകുന്നു എന്നാ പറഞ്ഞത്. വെഞ്ചിരിപ്പല്ലത്. കുർബാനയിൽ വെഞ്ചിരിപ്പില്ല. കുർബാന ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? കുർബാന നമ്മൾ സമർപ്പിക്കുന്നു. അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത്, അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്ത് സമർപ്പിക്കുന്ന കാഴ്ചയെ യേശുവിന്റെ ശരീരരക്തങ്ങളാക്കി ദൈവം പരിവർത്തിപ്പിക്കുന്നു. അങ്ങനെ പരിവർത്തിതമാകുന്ന യേശുവിനെ വിശ്വാസിയായാൽ, സമർപ്പിച്ചയാൾ തിരികെ സ്വീകരിക്കുന്നു. തിരികെ സ്വീകരിക്കുമ്പോൾ അയാൾ ഈ കുറവുകളോടെയാണ് അർപ്പിച്ചത്. ഇപ്പൊ പൂർണ്ണനായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അങ്ങനെ എന്നിലും ഞാൻ അവനിലുമായിത്തീരുന്നു, ഒന്നായിത്തീരുന്നു, ദൈവൈക്യം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും അയാൾ വിശ്വാസിയായി സ്വയം ഏറ്റുപറഞ്ഞ് ജീവിതം മുഴുവൻ ക്രിസ്തുയാഗമായി തിരിച്ചറിഞ്ഞ ആളായിരിക്കണം. അവിടെയാണ് മാമോദീസ സ്വീകരിക്കാത്തവർ ഈ കുർബാന സ്വീകരിക്കരുത് എന്ന് പറയുന്നതിന് കാരണം. അതൊരു വിവേചനമായിട്ടോ നീക്കി നിർത്തലായിട്ടോ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നാം. കുറച്ച് പേരെ സ്വീകരിക്കാവൂ എന്ന് പറയാണ്. ഇതൊരു സദ്യ നടത്തിയിട്ട് ആ വിരുന്നിനകത്ത് കുറച്ചു പേർക്ക് മാത്രമേ ഭക്ഷണമുള്ളൂ എന്ന് പറയുന്ന പ്രവൃത്തിയല്ല. ഇത് വെഞ്ചരിച്ച് നൽകുന്നൊരു നേർച്ചയല്ല. നേർച്ച കാഴ്ചകളൊക്കെ വേറെ അർപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാം.
ഇവിടെ കുർബാന എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ദിവ്യരഹസ്യം അതിനകത്തുണ്ട്. അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് കുർബാനയ്ക്കകത്ത് ഇങ്ങനെ വിവേചനം ഉണ്ടെന്ന് പറയുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആർക്കും പ്രവേശിക്കുന്നതിന് തടസ്സമില്ല, ആരെയും മാറ്റി നിർത്തില്ല. ക്രൈസ്തവ ജീവിതത്തെ മാറ്റി നിർത്തുന്നുണ്ട് എന്നുകൂടി അതിൻ്റെ കൂടെ ഓർക്കണം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഭക്താനുഷ്ഠാനങ്ങൾക്കായി പ്രവേശിക്കുന്നതിനോ കുർബാനയ്ക്കകത്ത് കയറി നിൽക്കുന്നതിനോ ആരും തടയില്ല. പക്ഷേ ക്രൈസ്തവ ജീവിതത്തിൽ തട്ടിതിരിവുണ്ടെന്നും വിവേചനമുണ്ടെന്നതും വേറെ കാര്യമാണ്. പ്രയോഗതലത്തിൽ നമുക്കുണ്ടാകുന്ന വലിയ വീഴ്ചയാണ്. ദളിത് ക്രൈസ്തവർ നിലനിൽക്കുന്നു, ശുദ്ധരക്തവാദികൾ നിലനിൽക്കുന്നു, തങ്ങൾ മെച്ചപ്പെട്ടവരാണെന്ന് പറയുന്ന ബ്രാഹ്മണരിൽ നിന്ന് വന്നവരാണെന്ന് പറയുന്നവരും നിങ്ങളൊക്കെ മുക്കുവരാണെന്ന് പറയുന്നവരും പലതരം വിഭജനങ്ങൾ നമ്മുടെ സഭാ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരിക്കലും ക്രൈസ്തവീയമല്ല, ഇത് നിലനിൽക്കാവുന്ന കാര്യമല്ല. എന്തിന്റെ പേരിലാണെങ്കിലും ഈ പറയുന്ന വിവേചനങ്ങൾ അർത്ഥരഹിതങ്ങളാണെന്ന് മാത്രമല്ല ക്രിസ്തു വിരുദ്ധമാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. പൊയ്കേരപ്പച്ചൻ പറയുന്നുണ്ടല്ലോ, ഹിന്ദുമതത്തിൻ പുറവഴിയെ ഞങ്ങൾ സഞ്ചരിച്ചു, അവിടെയൊന്നും ഞങ്ങൾക്ക് ഇടം കണ്ടില്ല. ക്രിസ്തുമതത്തിൻ പുറവഴിയെ സഞ്ചരിച്ചു, അവിടെയും ഞങ്ങൾക്ക് ഇടം കണ്ടില്ല. അങ്ങനെയാണ് അദ്ദേഹം ബൈബിൾ വരെ കത്തിക്കാനിടയായത്, വിശുദ്ധ ഗ്രന്ഥം കത്തിക്കാനിടയായി. എന്തുകൊണ്ടാണ്? ഓർക്കണം, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നമ്മുടെ കൂടെ ചേരുന്ന ആളുകൾ പുണ്യപുരാതന കുടുംബം എന്നൊക്കെ പറയുന്ന മഹിമയൊക്കെ വെച്ച് പുലർത്തുന്ന എന്തോ മേന്മയുള്ളവരാണ് തങ്ങളെന്ന് ഇപ്പോഴും കരുതുന്ന മനോഭാവം, അയിത്തം, തൊട്ടുതീണ്ടലൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. വിവാഹ കമ്പോളത്തിൽ അതിന്റെ അടയാളങ്ങൾ കാണാൻ പറ്റും. വിവാഹം ഒരു കമ്പോളമാണല്ലോ. സ്ത്രീധനം വാങ്ങിക്കുകയും കച്ചവടം നടത്തുകയും ചെയ്തൊരു കമ്പോളമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോഴും വിവാഹം. അത് നമുക്ക് നിഷേധിക്കാവുന്ന കാര്യമല്ല. സ്ത്രീ അടിമയാക്കി വയ്ക്കുന്ന നിരവധി പ്രശ്നങ്ങൾ സഭാ സമൂഹത്തിനകത്തുണ്ട്, വിവേചനങ്ങളുണ്ട്. ആ വിവേചനങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. ആ വിവേചനങ്ങൾക്കെതിരെ നിരന്തരം വിശ്വാസികൾ പടവെട്ടിക്കൊണ്ടേയിരിക്കണം. ക്രിസ്തുബോധത്തിൽ ഉണർന്ന് സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സഭയ്ക്ക് പുറത്തു പോയിട്ടല്ല, സഭയെ വിട്ടൊഴിഞ്ഞിട്ടല്ല. സഭാഗാത്രത്തിന് പുറത്തു പോയിട്ട് എന്ത് പറയാനാ? അത് യേശുവിനെ ക്രൂശിക്കുന്ന പ്രവൃത്തിയിലേക്കല്ലേ പോകും. യേശു ഗാത്രത്തിനകത്ത് നിരന്തരം ഇത് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, ഈ വിവേചനങ്ങളെ. ആ വിവേചനങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണം. തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ പറ്റണം. അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരിമിതി സഭാ സമൂഹത്തിനകത്തുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ വർണ്ണാഭരണ ബോധങ്ങൾ നിലനിർത്തുന്ന ഒരു സമൂഹമായി ഉണ്ടായിരുന്ന എല്ലാ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ എല്ലാ അശുദ്ധിയും സഭാ സമൂഹത്തിനകത്തും പ്രവർത്തിക്കുന്നുണ്ട്. ജാതി കോയ്മയുണ്ട്. ഞാനൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ മാർഗവാസികളാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ മാർഗവാസികളല്ല മാർഗവാസികൾ. മാർഗവാസികൾ എന്ന് പറഞ്ഞാൽ മാർഗത്തിൽ വസിക്കുന്നവരെന്നാണ്. അത് ഇന്നലെ വന്നവനെന്നോ ഇന്ന് വന്നവനെന്നോ ഒന്നുമില്ല. എല്ലാവരും മാർഗവാസികളാണ്. ക്രിസ്തുവാകുന്ന മാർഗത്തിൽ വസിക്കുന്നവർ. അത് അപമാനിക്കപ്പെടാനുള്ള പേരല്ല, മാന്യതയുള്ള പേരാ. ഞാനൊരു മാർഗവാസിയാണ്, ക്രിസ്തു മാർഗത്തിൽ പുരോഗമിക്കുന്നവനാണ്. അത് പറയാൻ ഒരു നാണോ ഇല്ല. അങ്ങനെ നാണിക്കുന്നുവെങ്കിൽ അതെന്തെങ്കിലും ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിട്ട് ഉയർത്തപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് മനസ്സിലാക്കണം, ക്രിസ്തുവിനെ മനസ്സിലായിട്ടില്ല, സഭയെ മനസ്സിലായിട്ടില്ല. സഭയിൽ പലതരം കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മൾ കാണും. സഭാസമൂഹത്തെ അപ്രകാരം വിമർശിക്കുക എന്ന് പറയുന്നത് സഭയെ ദ്രോഹിക്കാനല്ല. നമ്മൾ മുറിവുണ്ടായാൽ ആ മുറിവ് വെച്ച് കെട്ടണ്ടേ? മുറിവ് വെച്ച് കെട്ടണമെങ്കിൽ മുറിവ് ശരിക്കും ഉരയ്ക്കണം. ഉരച്ച് രക്തം പൊടിഞ്ഞിട്ട് ആ പഴുപ്പൊക്കെ നീക്കിയിട്ട് അവിടെ മരുന്ന് വെച്ച് കെട്ടും. അപ്പോഴാണ് മുറിവുണങ്ങുക. അങ്ങനെ മുറിവുണക്കുന്ന പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ സൗഖ്യപ്പെടണമെങ്കിൽ ഈ ഉരയ്ക്കൽ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് വിമർശനപരമായ എന്തെങ്കിലും പറയുമ്പോൾ സഭാവിരുദ്ധനായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഉത്തമ സഭാ സന്താനമായിരിക്കുക എന്നതാണ് എന്റെ ദൈവവിളി. 100% ഓടത്തിന് ഉറച്ചെന്നുകൊണ്ടാ പറയണേ. കത്തോലിക്ക വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ടാണെന്ന് ബോധ്യത്തിൽ തന്നെ പറയുന്നത്. പക്ഷെ സഭയ്ക്കകത്ത് പ്രയോഗമാർഗത്തിൽ വിവേചനങ്ങളുണ്ട്. സാമ്പത്തികമായി ഉന്നതിയുള്ളവരും താഴെയുള്ളവരും തമ്മിൽ തട്ടിതിരിവുണ്ട്. ഒരു ദേവാലയത്തിനകത്ത് തന്നെ ഈ സമീപനമുണ്ട്. പ്രമാണിമാരും കുലീനരല്ലാത്തവരുമായ രണ്ട് തട്ടുകൾ ഇപ്പോഴും ഉണ്ട്. കുലീനരായ മതവിശ്വാസികളായി സ്വയം കരുതുന്നവർ. കത്തോലിക്ക സഭ മതമല്ലെന്നിരിക്കെ മതാചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു ഗാത്രം പടുത്തുയർത്താൻ അതിനകത്ത് തന്നെ ശ്രമം നടത്തുന്നവരുണ്ട്. ആചാരങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടും തങ്ങളുടെ പ്രമാണിത്വം ഉറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടും സഭയുടെ അകക്കാമ്പിനെ തിരിച്ചറിയാതെ പോകുന്നവർ. അതുകൊണ്ടാണ് മാർപ്പാപ്പയ്ക്ക് പറയേണ്ടി വന്നത്, ലിറ്റർജിക്കകത്തുള്ള അകക്കാമ്പ് അറിയാതെ ലിറ്റർജിയുടെ പുറം മാത്രം പരിശോധിക്കുന്നവരായിട്ട് മാറിപ്പോകുന്നു, പുറം കാഴ്ചകളിലും കെട്ടുകാഴ്ചകളിലും പെട്ടവരായിട്ട് മാറിപ്പോകുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, വിശുദ്ധ കുർബാന ഒരാചാരമല്ല. വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ ഒരു അനുഭവതലമാണ്, പ്രക്രിയയാണ്. ദൈവം രക്ഷിക്കുന്നു എന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയക്കകത്ത് ഭാഗവാക്കാകണമെങ്കിൽ നമ്മൾ ജ്ഞാനസ്നാന വ്രതം എടുത്തവരായിരിക്കണം. അത് സഭാഗാത്രത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റിയ പ്രവൃത്തിയാണ്.
ഇന്ന് സഭയ്ക്കകത്ത് കുർബാനയെ സംബന്ധിച്ച് വരെ വളരെയധികം തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് നാം തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതമാണ് കുർബാന. ആ കുർബാനയെ, ജീവിതമാകുന്ന ബലിയെ ഈ ബലിമേശയിൽ കൗദാശികമായി അർപ്പിച്ച് യേശു സാക്ഷാത്കാരം നേടുകയും ആ സാക്ഷാത്കാരവും ദൈവൈക്യവും ജീവിത മേഖലയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രക്രിയാപരമായ ഒരിടപെടലാണ് കുർബാന നടത്തുന്നത്. അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിക്കാത്തവർ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്ന് പറയുന്നത്, കുർബാനയിൽ അവർക്ക് ഇങ്ങനെ സ്വയം സമർപ്പണം നടത്തുകയും ആ സമർപ്പണത്തിലൂടെ ക്രിസ്തുയാഗത്തിന്റെ ഭാഗമാണ് ജീവിതമെന്ന തിരിച്ചറിവുണ്ടാകുകയും ആ തിരിച്ചറിവിൽ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ബൃഹത്തായ രക്ഷാകരമായ പ്രക്രിയയുടെ ഭാഗമായിട്ട് മാറാൻ അവർക്ക് കഴിയില്ല. അവരങ്ങനെ സമർപ്പണം എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്ന് പറയുന്നത്. അത് അക്രൈസ്തവർ എന്ന പ്രയോഗം നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ പ്രയോഗം ഒരു പക്ഷേ ഇന്ന് മനസ്സിലാവുന്ന ഒരു ഭാഷയെ പറയാൻ വേണ്ടി ആയിരിക്കാം പുരോഹിതർ അപ്രകാരം പറയുന്നത്. വാസ്തവത്തിൽ മാമോദീസ സ്വീകരിക്കുകയും കുമ്പസാരിച്ച് ഒരുങ്ങുകയും ചെയ്യാത്തവർ കുർബാന സ്വീകരിക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത് കുർബാന സ്വീകരിക്കുമ്പോൾ കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. കുർബാന സ്വീകരിക്കണമെങ്കിൽ കുമ്പസാരിക്കണം. കാരണം മാമോദീസ സ്വീകരിക്കുന്ന നമ്മൾ തന്നെ മാമോദീസയിലല്ല ജീവിക്കുന്നത്. നിരന്തരമായി മാമോദീസയെ നവീകരിക്കണം. കുമ്പസാരം എന്നത് മാമോദീസയെ നവീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിചാരിച്ചേക്കുന്ന കുറെ പാപം ചെയ്യുക, അത് പോയി ഏറ്റുപറയുക, അത് ഏറ്റുപറയുമ്പോൾ ഒരു മനസ്സിന് ആശ്വാസം കിട്ടും. അങ്ങനെയല്ല. കുമ്പസാരം എന്ന് പറയുന്നതിനകത്തൊരു കാര്യമുള്ളത്, യേശു പരിശുദ്ധനാണെന്ന് ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയുന്ന ഒരു കാര്യമാണ്. എന്റെ ജ്ഞാനസ്നാന വ്രതവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുയാഗത്തോട് ഭാഗമായി ലോകത്തെ ഉപേക്ഷിക്കാനും പിശാചിനെ ഉപേക്ഷിക്കാനും തീരുമാനിച്ചിട്ട് നാം ആ വഴിയൊക്കെ തന്നെ വീണു പോകുന്നുണ്ട്. അതുകൊണ്ട് 1 യോഹന്നാൻ 2:1 പറയും, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. അങ്ങനെ പരിഹാര ബലിയായ യേശുവിനെ നാം സമീപിക്കുന്ന ഒരു മധ്യസ്ഥനാണ്. യേശുവിനോട് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നവീകരിക്കപ്പെട്ട് ജ്ഞാനസ്നാന വ്രതം മുഖേന നമുക്ക് ലഭിച്ച വരപ്രസാദ അവസ്ഥയിലേക്ക് നാം തിരികെ വരുമ്പോൾ നാം ഈ ക്രിസ്തു ഗാത്രത്തിന്റെ യാഗാർപ്പണത്തിൽ യഥാർത്ഥ പങ്കാളിയായിട്ട് മാറും. അങ്ങനെ മാത്രമേ നമുക്ക് ആ യഥാർത്ഥ പങ്കാളിത്തത്തിലേക്ക് വരാൻ പറ്റൂ. ഞാൻ ക്രിസ്ത്യാനിയാണ്, മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം. കുർബാന അർപ്പണം ഒരു ജീവാർപ്പണത്തിന്റെ പ്രശ്നമാണ്. എന്റെ ജീവിതം യേശുയാഗമായിട്ട് അർപ്പിക്കാൻ എനിക്ക് പരിപൂർണമായ യോഗ്യത ഉണ്ടാവുന്നത് ഈ മാമോദീസയിൽ നവീകരണം സംഭവിക്കുമ്പോൾ മാത്രമാണ്. ആ നവീകരണം സംഭവിക്കാത്ത ഒരാൾക്ക് ബലിയർപ്പണത്തിൽ പൂർണ്ണമായ ഭാഗഭാഗിത്വം ഇല്ല. അതുകൊണ്ടാണ് കുർബാന സ്വീകരിക്കരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് കുമ്പസാരിച്ച് ഒരുങ്ങി തന്നെ വേണം കുർബാന സ്വീകരിക്കാൻ. അത് ലഘുപാപമേ ഉള്ളൂ, മാരകപാപമൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ കണക്കെടുപ്പ് നടത്തുകയല്ല വേണ്ടത്. നമ്മളൊരു ലിമിറ്റ് പീരീഡ് വെച്ച് നമ്മളെ പരിശോധിക്കണം. നമ്മൾ 6 മാസം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞ് പരിശോധിച്ചാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അനുദിനം ആത്മശോധന ചെയ്യുകയും 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കുകയും ചെയ്യാന്ന് പറയുന്നത് ഈ 2 ആഴ്ചയിൽ ഒരിക്കലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകുകയും അവിടെ ജീവിത പ്രക്രിയയിൽ എത്രത്തോളം ക്രിസ്തു വിരുദ്ധമായി പോയിട്ടുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് സ്നേഹത്തിനെതിരായും ക്രിസ്തുവിനെതിരായും വന്നുപോയ വീഴ്ചകളെ ഏറ്റുപറഞ്ഞ് വീണ്ടും മാമോദീസയുടെ ആ അവസ്ഥയിലേക്ക്, പ്രസാദപരാവസ്ഥയിലേക്ക് നാം തിരികെയാകുകയും അങ്ങനെ പ്രസാദപര പൂർണ്ണിമയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ക്രിസ്തു ഗാത്രത്തിന്റെ ഭാഗമാണെന്ന ബോധ്യത്തോടെ എന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണ് എന്ന ഉറപ്പിൽ നമുക്ക് അർപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മെ ഭക്ഷിക്കാൻ മറ്റുള്ളവർ നമ്മൾ കരയാൻ തുടങ്ങും. അപ്പമായി മാറിയ നമ്മൾ ആ സമയത്ത് മനുഷ്യനായിട്ട് മാറും, ചിലപ്പോൾ മൃഗമായിട്ടും മാറും. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നിരന്തരം പരിശോധന ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഇതൊരു അനുഭവമാകില്ല. ഇനി മാത്രമല്ല, കുർബാന ഇങ്ങനെ കുമ്പസാരിക്കാതെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണ്? ഇതൊരു അനുഭവതലമല്ലാതായി മാറും, ഒരു മരവിപ്പിലേക്ക് മാറും. അത്തരം കുർബാന സ്വീകരണങ്ങൾ നമ്മെ മരവിപ്പിലേക്ക് തള്ളിവിടും. പാപബോധം നഷ്ടപ്പെടും. നമുക്ക് വ്യക്തതയോടെ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയാതെ പോകും. ഈ ക്രിസ്തുയാഗത്തിന്റെ ഭാഗമാണെന്നും ഞാൻ തന്നെ അപ്പമായിട്ട് മാറിയിട്ടുണ്ടെന്നും അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ കുർബാനയായിട്ട് മാറുകയാണ് എന്ന ബോധ്യം നഷ്ടപ്പെടും. ആ കുർബാനയാണെന്ന ബോധ്യം നിലനിർത്തുമ്പോഴാണ് ജീവിത പ്രയോഗ വഴിയിൽ മറ്റുള്ളവർക്കായി ഭക്ഷണമായി മാറാൻ നമുക്ക് കഴിയുക. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പാപപരിഹാര ബലിയായി സ്വയം സമർപ്പിക്കുന്ന ജീവിതം ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായിട്ടും കുമ്പസാരിച്ച് യോഗ്യതയോടെ കുർബാന സ്വീകരിക്കണം. അതിന് നമ്മുടെ യുക്തി വെച്ച് അളക്കാവുന്ന കാര്യമല്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നല്ല. അനുദിനം ആത്മശോധന ചെയ്ത് നോക്ക്. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാൻ നോക്ക്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാവും. തുടർച്ചയായി നമ്മൾ പോലും അറിയാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന പല വഴികളും തെറ്റിലേക്ക് പോകുന്നതാണ്. നമുക്ക് തന്നെ മനസ്സിലാവണമെന്നില്ല. സൂക്ഷ്മ പരിശോധന ഉണ്ടാവണം. അവനവനെ വിമർശിക്കണം. അത് തെറ്റുകാരനായി കുറ്റപ്പെടുത്തി അധമനാണ്, കൊള്ളരുതാത്തവനാണ്, വള്ളി പോണ്ട എന്ന് പറഞ്ഞ് തള്ളാനല്ല.
അവനവനെ പരിശോധിക്കണം. ഞാനും ഈശോയുടെ അകലം എത്രയുണ്ടെന്ന് പരിശോധിക്കണം. ഈ അകലം പരിശോധിക്കുമ്പോഴല്ലേ ആ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യം ഉറപ്പിക്കാൻ പറ്റൂ. ഈ അകലം തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ അവനോട് ചേർന്ന് നിൽക്കാൻ കഴിയുമ്പോഴല്ലേ ക്രിസ്തുയാഗത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹമായിട്ട് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റൂ. അപ്പോഴല്ലേ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ ദൈവൈക്യം പ്രാപിച്ച അനുഭവം ഉണ്ടാവും. നമ്മുടെ കാഴ്ചവെപ്പ് പ്രകാരം പൂർണ്ണമാവുകയും ആ കാഴ്ചവെപ്പിലൂടെ ക്രിസ്തുവിന് ഒരു ആരാധനയായി സ്വയം സമർപ്പിക്കാനെടുത്ത തീരുമാനത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നത് ഈ വിശുദ്ധിയിൽ നിൽക്കുമ്പോഴാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബോധ്യത്തിനകത്താണ്, അനുതാപത്തിനകത്താണ് വിശുദ്ധി. അനുതാപപൂർണമായ ജീവിതം ഉണ്ടാകണം. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, നാം വെറുതെ അനുദപിച്ചാൽ പോരാ, പാപം ഏറ്റുപറയണം. അത് ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് മോചനം. അങ്ങനെ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ശുദ്ധീകരിക്കാനും സാക്ഷാത്കരിക്കാനും സാക്ഷീകരിക്കാനും വേണ്ടിയാണ് കുർബാന. ആ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് കുർബാനയെ സംബന്ധിച്ച സംശയങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ലെങ്കിൽ മറ്റത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് വിവേചനമുണ്ട്, സഭയ്ക്കകത്ത് വിവേചനമുണ്ടെന്ന് കേട്ടുകൊണ്ടിരിക്കുക. സഭയിലെ വിവേചനം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പലതരം തട്ടുതിരിവുകളായിട്ട് കാണുന്നു. നമുക്ക് അവരെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഒരാളെ നമുക്ക് തള്ളാൻ പറ്റില്ല. ജാതി മത വർണ്ണ ഭേദം കൊണ്ടൊന്നും, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭേദം കൊണ്ടൊന്നും ഒരാളെയും അകറ്റി നിർത്താനോ വിഭജിക്കാനോ നമുക്ക് സാധ്യമല്ല. അങ്ങനെ നമുക്ക് ചിന്തയുണ്ടെങ്കിൽ നമ്മൾ പരിമിതപ്പെട്ടു പോയിട്ടുണ്ട്. ക്രിസ്തുബോധത്തിലല്ലെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ക്രിസ്തുബോധത്തിലേക്ക് തിരികെ വരാനും യേശുവിൽ യാഗമായി മാറാനും അവരിന് വേണ്ടി സ്വയം അർപ്പിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന പരമാർത്ഥമാണ് കുർബാന നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ശിലറ്റം പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് ഗൗരവപൂർണമായി നമ്മൾ ചിന്തിക്കണം. കുർബാന എന്താണ് എന്ന വ്യക്തമായ അവബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഒരിക്കലും ഒരു ദേവാലയത്തിലും ഒരാളെയും സഭ അകറ്റി നിർത്തില്ല. എല്ലാവർക്കും എപ്പോഴും തുറന്നിടപ്പെട്ട ഇടമാണ് ക്രൈസ്തവ ദേവാലയം. അത് ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ മാറ്റി നിർത്താൻ വേണ്ടി ഒരു പ്രത്യേക മതമെന്ന നിലയ്ക്ക് ചിന്തിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. സഭ എന്ന് പറയുന്നത് ഇങ്ങനൊരു വിശാലമായ വാതിലാണ്. എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും ആശ്വാസം, എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും എല്ലാമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സഭ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു തുറസാണ്. ആർക്കും പ്രവേശിക്കാവുന്ന, ആർക്കും ആശ്വാസം തേടാവുന്ന, എല്ലാവർക്കും വേണ്ടി മുറിച്ചു വിളമ്പുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാവുന്ന ഒരിടമാണ് കത്തോലിക്ക തിരുസഭ. കുർബാന വെഞ്ചരിച്ച് നൽകുന്ന ഒരപ്പമല്ല. കുർബാന യേശുവിന്റെ ശരീരമാണ്. അർപ്പിക്കുകയും ആ അർപ്പണത്തിൽ ഭാഗഭാഗിത്വം പുലർത്തുകയും ചെയ്യുന്നവർ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവൈക്യത്തിൽ സമ്പൂർണ്ണമാകുന്നു. അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അങ്ങനെ ആഴിയിൽ ഒരു തുള്ളി വീഴുന്നത് പോലെ ക്രിസ്തുവിലേക്ക് നാം ഉൾച്ചേർക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് കൗദാശികമായ ഒരു അർപ്പണമാണ്. ആ കൂദാശ വേറൊരു കൂദാശയുടെ അടിസ്ഥാനത്തിലാണ്. മാമോദീസ എന്ന കൂദാശയുടെ പൂർത്തീകരണമായിട്ട് വരുന്ന കൂദാശയാണ്. അതുകൊണ്ട് മാമോദീസ ഇല്ലാത്തവർക്ക് ഈ കൂദാശയിലേക്ക് എത്താൻ പറ്റില്ല. മാമോദീസ ഇല്ലാത്തവർക്ക് കുമ്പസാരത്തിലേക്ക് എത്താൻ പറ്റില്ല. കുമ്പസാരം എന്നത് മാമോദീസയെ നവീകരിക്കും. മാമോദീസയുടെ തന്നെ അനുഭവതലമാണ് കുർബാനയിൽ. അതുകൊണ്ട് ജ്ഞാനസ്നാനവ്രതം സ്വീകരിക്കാത്തവർക്ക് കുർബാന സ്വീകരിക്കാൻ സാധ്യമല്ല. അത് ആരെയും മാറ്റി നിർത്താൻ വേണ്ടിയോ അവർക്ക് ഇവിടെ ഇടമില്ലെന്ന് പറയാൻ വേണ്ടിയല്ല, അവർക്ക് കൂടി ഇടമുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് വിശ്വാസി സ്വയം സമർപ്പിക്കുന്നത്, ജീവൻ അർപ്പിക്കുന്നത്. ഒരാളെയും തള്ളാനല്ല വിശ്വാസി വേർതിരിക്കപ്പെടുന്നത്, എല്ലാവർക്കും ഭക്ഷണമായി മാറാൻ. കുർബാന പഠിപ്പിക്കുന്ന പാഠം അതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത് മറ്റുള്ളവരോട് പറയണം. ഇത്തരം തർക്കങ്ങൾ ഉന്നയിക്കുന്നവരോട് പറയണം. നിഷേധിച്ചുകൊണ്ടോ വെറുത്തുകൊണ്ടോ അല്ല, ജീവിതത്തിൽ മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരനായ സഹോദരൻ വീഡിയോയിലൂടെ പറയുന്നത് സഭയെ മതങ്ങളുമായി സമീകരിച്ചുകൊണ്ടാണ്. അത് ഈ പുറം കാഴ്ചയാണ്. കുർബാനയെ അദ്ദേഹം കാണുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ്, പൂജയായിട്ടാണ്. അത് പുറം കാഴ്ചയാണ്. അകക്കാം എന്നത് തിരിച്ചറിയാനും ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ ഒരു അനുഭവ തലത്തിലേക്ക് പ്രവേശിക്കാനും കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ സംശയങ്ങൾ നിവാരണം ചെയ്യപ്പെടൂ. ശിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആരെങ്കിലും ഇത്തരം സംശയങ്ങളൊക്കെ ചോദിച്ചാൽ വ്യക്തമായി മറുപടി കൊടുക്കണം, ചേർത്ത് പിടിക്കണം. പരിശുദ്ധ കുർബാനയിലേക്ക്, യേശുവിലേക്ക് ഉൾച്ചേരാനായി തുറസായ വഴിയാണുള്ളത് ക്രിസ്തുവിലേക്ക്. ആ മാർഗത്തിലൂടെ പുരോഗമിക്കാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.